കഴുകി വൃത്തിയാക്കിയ പരിപ്പ് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാവേ. പിന്നെ ഒരു പിടിയോളം സവോളയും അതേപോലെ തന്നെ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞതും എരിവിനാവശ്യമായ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ മുരിങ്ങയ്ക്ക ഇതേപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇതെല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു 4-5 വിസിൽ വരുന്നോടം വരെ, ഏകദേശം ഒരു 4 വിസിൽ മതിയാകും, നമുക്ക് നന്നായിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാവേ. പിന്നെ വേണ്ടത് തേങ്ങയുടെ ഒരു കൂട്ടാണ്. അത് തേങ്ങ ആവശ്യത്തിനെടുക്കുക, മഞ്ഞൾപ്പൊടി, ജീരകം, ഇത് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അങ്ങോട്ട് അരച്ചെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനുള്ളിലേക്ക് വേണം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഒരു പാത്രം ചൂടാകുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പരിപ്പൊന്ന് ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി.